കൊല്ലപ്പെട്ട എസ്എൻപുരത്തെ ലത്തീഫിന്റെ വീട്ടിൽ സാന്ത്വന സാജു ഉണ്ട്. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാന്ത്വന, നിലവിൽ അവിടേക്ക് പോലീസ് സംഘം ഒക്കെ തന്നെ ഇന്നലെ മുതൽ ഉണ്ടാകും. ഇന്നിപ്പോൾ കൂടുതൽ പോലീസ് സംഘം എത്തിയിട്ടുണ്ടോ? ഇൻക്വസ്റ്റ് നടപടികളടക്കം എപ്പോഴായിരിക്കും ആരംഭിക്കുക? സ്നേഹ, ഈ വീട്ടിൽ നിന്നാണ് ഇനി ഈ കൊലപാതകം നടന്ന 5 പേരിൽ 2 പേരുടെ മൃതദേഹം ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയാണുള്ളത്. ലത്തീഫിൻ്റെയും അതുപോലെ തന്നെ ലത്തീഫിൻ്റെ ഭാര്യയുടെയും മൃതദേഹം ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 2 മൃതദേഹങ്ങളും ഇന്നലെ പോലീസ് ഇവിടെ നിന്ന് മാറ്റിയിരുന്നില്ല. അപ്പോൾ രാവിലെ 7 മണിക്ക് തന്നെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. CIമാരുടെ 5 അംഗ സംഘം ആയിരിക്കും ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികളുമായി മുന്നോട്ടേക്ക് പോകുക. കൃത്യം 7 മണിക്ക് തന്നെ ഈ നടപടികൾ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോറൻസിക്കിൽ നിന്നടക്കം ഇവിടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റ് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ കൂടി, പ്രത്യേകിച്ച് ഈ CIമാരടക്കമുള്ള ആളുകൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയാണെങ്കിൽ ഇവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുക. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒരു 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് ഇവരുടെ കൊലപാതകം നടന്നത് എന്നാണ് ഇന്നലെ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരപ്രകാരം മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ ഏതാണ്ട് ഒരു 8 മണിയോടുകൂടിയാണ് ഇവിടെ രാത്രി ഈ ഡോക്ടർ എത്തി ഇവർ ഈ മൃതദേഹം പരിശോധിക്കുന്നത്. ആ സമയത്ത് മരണം നടന്നിട്ട് ഏതാണ്ട് ഒരു 3 മണിക്കൂർ ആയി എന്നാണ് ആ സമയത്ത് ഈ ഡോക്ടർ പോലീസിനോട് അറിയിച്ചിരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 4 മണിക്കും 5 മണിക്കും ഇടയിലായിരിക്കും ഈ കൊലപാതകം നടന്നിട്ടുണ്ടാകുക എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ പറയുന്നത് പോലെ 10 മണിക്കും 6 മണിക്കും ഇടയിൽ ഈ കൊലപാതകങ്ങൾ ഒക്കെ തന്നെയും നടന്നിട്ടുള്ളത്. കൃത്യമായി ആരെയൊക്കെ ഏതൊക്കെ സമയത്താണ് കൊന്നത് എന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എന്നാലും 10 മണിക്കും 6 മണിക്കും ഇടയിലുള്ള ഒരു 8 മണിക്കൂർ, സങ്കീർണമായ ഒരു 8 മണിക്കൂർ, ആ 8 മണിക്കൂറിനിടയിലാണ് ഈ 5 അരുംകൊലകളും നടന്നിട്ടുള്ളത്. 6മതൊരാളെ, സ്വന്തം അമ്മയെ കൂടി കൊല്ലാൻ ഈ അഫ്വാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവർ അത്ഭുതകരമായി ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിലും പറയാൻ സാധിക്കില്ല. കാരണം അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഷമി ഇപ്പോഴും തുടരുന്നത്. അപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള ആശ്വാസകരമായൊരു വാർത്ത മാത്രമാണ് നമുക്ക് ഈ ഒരു സമയത്ത് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഈ വീട്ടിലേക്ക് ഇവിടുത്തെ കൊലപാതകത്തിലേക്ക് വരികയാണെങ്കിൽ ലത്തീഫിന്റെയും ഭാര്യയുടെയും ഈ അഫ്വാന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുമാണ്. ഇവരുടെ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെട്ടിരുന്ന ഈ അഫ്വാന്റെ അച്ഛൻ റഹീം, അദ്ദേഹം ഗൾഫിലാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഇവിടെ നാട്ടിലില്ലാത്ത കൂടി ഒരു സ്ഥിതിക്ക് ഇവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയും വളരെ നല്ല രീതിയിൽ നോക്കുകയും ഒരു പിതൃസ്ഥാനത്ത് നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് ലത്തീഫ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നാട്ടുകാരും ഇവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെയും പറയുന്നത് അതാണ്. എന്താവശ്യമുണ്ടെങ്കിലും ആദ്യം ഓടിയെത്തിയിരുന്ന ഒരു പിതൃസ്ഥാനീയനായ ആളായിരുന്നു ഈ ലത്തീഫ്. പക്ഷെ അങ്ങനെയുള്ള ഈ ലത്തീഫിനെയും ഭാര്യയുമാണ് ഇയാൾ വീട്ടിലെത്തി ഈ ആരും കൊല ചെയ്തിരിക്കുന്നത്. എന്തായാലും മൃതദേഹം കണ്ട ചില ആളുകളും പോലീസും ഒക്കെ തന്നെയും വ്യക്തമാക്കിയത് ഈ 2 പേരുടെയും മൃതദേഹം 2 ഇടങ്ങളിലായാണ് കിടക്കുന്നത്. ലത്തീഫിന്റെ മൃതദേഹം നമ്മൾ ഈ കയറി ചെല്ലുന്ന ഈ വീടിന്റെ ഇവിടുന്ന് കയറി ചെന്നിട്ടുള്ള ആദ്യം കാണുന്ന ഹോളിലാണ് ഉള്ളത്. അവിടെ ഇരിക്കുന്ന നിലയിലാണ് ഉള്ളത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മൃതദേഹം അടുക്കളയിലാണ് ഉള്ളത്. അവരുടെ വായിൽ ഷോൾ തിരികെ വെച്ചിട്ടുണ്ട് എന്നും ഇന്നലെ നമുക്ക് ഈ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ആ ഒരു ചിത്രങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ അവരുടെ വായിൽ തുണി തിരികെ വെച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ വലിയ ബഹളമൊന്നും പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടിയായിരിക്കണം അത്തരത്തിൽ തുണി തിരികെ വെച്ച് ആസൂത്രിതമായി തന്നെ ഈ കൊലപാതകം നടത്തിയത്. ഈ വീട്ടിലുള്ള 2 കൊലപാതകങ്ങൾ നടത്തിയ തൊട്ടടുത്തടുത്തായി അങ്ങനെ വീടുകളൊന്നുമില്ല. ഒരു 100 മീറ്റർ അപ്പുറത്തൊരു വീടും ഇപ്പുറത്തെ സൈഡിലായിട്ട് മറ്റൊരു വീടുമുണ്ട്. ഒരു 100 മീറ്റർ അപ്പുറയും ഇപ്പുറയും 2 വീടുകളുണ്ട്. പക്ഷേ മതിൽക്കെട്ടിനകത്ത് ഇരിക്കുന്ന ഒരു വീടാണ്, ഒരു വിജനമായ പ്രദേശമാണ്. അങ്ങനെ അടുത്തൊന്നും ഇങ്ങനെ തൊട്ടടുത്തടുത്തായി വീടുകളില്ല. പുറകിലെ ഈ വീടിന്റെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ പുരയിടമാണ്, റബ്ബർ പുരയിടമാണ്. അങ്ങോട്ടേക്ക് വിജനമായ പ്രദേശം തന്നെയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പകൽ സമയത്ത് നടന്ന ഒരു സംഭവം ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല. തൊട്ടടുത്ത് 2 വൃദ്ധരായ ദമ്പതികളാണ് താമസിക്കുന്നത്. അവരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഒച്ചയും ബഹളമൊന്നും ഇവിടുന്ന് കേട്ടില്ല എന്നാണ് അവരും പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് കൃത്യമായി വന്ന് ഈ ഒരു ക്രൂരകൃത്യം നിർവഹിച്ചു പോകാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യമായിരുന്നു ഈ വീട്ടിലും ഉണ്ടായിരുന്ന. തൊട്ടടുത്തുള്ള ആളുകളോ ഒന്നും അറിയാതെ വളരെ രഹസ്യമായി വന്ന് ചെയ്തു പോയ ഒരു കുറ്റകൃത്യം തന്നെയാണ് ഈ വീട്ടിലും സംഭവിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും രാവിലെ 7 മണിക്ക് തന്നെ ഇപ്പോൾ അധികൃതർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും